ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ഡൂഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടി വരാറുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ്. ആ ക്ലബ് ഹൗസിനുള്ളിൽ തന്നെ പലർക്കും വരുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് അവർക്ക് അവരുടെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും നമുക്കിത് മാറ്റണം എന്നുള്ള ഒരു സംശയം വരിക. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു iOS ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഐഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ലഭിക്കുന്ന ഈ ഒരു ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വൺ ടൈം ഈ ഒരു യൂസർ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിം യൂസ് ചെയ്തു എന്ന് വയ്ക്കുക. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒരു യൂസർ നെയിം വെക്കണമെന്നുണ്ടാവുക. ആ ടൈമിൽ നിങ്ങൾക്ക് ഐഫോണിൽ ഒരു തവണ മാത്രം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആൻഡ്രോയിഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ സെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ലഭിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പല വീഡിയോസും കാണാം, ഹൗ ടു ചേഞ്ച് ഈ ഒരു യൂസർ നെയിം ഇൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഫേക്കാണ്. കാരണം അവരിത് എടുക്കുന്നതൊക്കെ ഈ ഒരു ഐഫോണിൻ്റെ ഒരു വീഡിയോ ആണ് അവർ എടുക്കുന്നത്, എന്നിട്ട് ഇടുന്നത് ആൻഡ്രോയിഡിൽ നിന്ന് വേണ്ടിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഇത് ചെയ്ത് നോക്കണ്ട. കാരണം നിങ്ങൾ ആൻഡ്രോയിഡിൽ ചെയ്യുന്ന സമയത്ത് അത് കിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ക്ലബ് ഹൗസിൻ്റെ വരുന്ന അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആൻഡ്രോയിഡിലും ചിലപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സും ഒന്ന് ക്ഷമിക്കുക. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ നമുക്ക് അങ്ങനൊരു ഫീച്ചർ കൂടെ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു iOS യൂസറാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. ഓക്കെ, എൻ്റെ ക്ലബ് ഹൗസ് പ്രൊഫൈൽ ഇതാണ്. അപ്പോൾ ഇതിലായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ പേര് കാണാം, വിശാൽ പി എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു യൂസർ നെയിം പോലെ കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ സഞ്ചാരി ഡൂഡ് എന്ന് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ട്രാവലിംഗ് ബ്ലോഗിൻ്റെ ചാനൽ നെയിമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു വിശാൽ പി എന്നുള്ളത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വിശാൽ പി എന്ന് എഴുതിയിട്ടുള്ള അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് iOS ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ബാധകമായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിൻ്റെ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഈ മുകളിലായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് സെറ്റിങ്സിൻ്റെ സിമ്പിൾ കാണാം. ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് FAQ ഓർ കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. കാരണം ഇതിലായിട്ട് ഇതിൻ്റെ യൂസർ ടേംസ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ തന്നെ ലഭിക്കും. അപ്പോൾ ഇത് കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കറക്റ്റ് അതിൻ്റേതായ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിനായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.